ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. മാതാജി കൃഷ്ണപ്രിയ. ശ്രീമദ് ഭാഗവതം 18 ആവർത്തി പാരായണം ചെയ്തപ്പോൾ ജോഗുബായിക്ക് ഭഗവാൻ കൊടുത്ത സമ്മാനമായിരുന്നു ഒരു പെൺകുട്ടി. ഗർഭിണിയായിരിക്കെ ജോഗുബായി ഭാഗവതം 18 പ്രാവശ്യം പാരായണം ചെയ്തിരുന്നു. നവജാത ശിശുവിന് അവർ പേരിട്ടു കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയയ്ക്ക് 8 വയസ്സായി. അർദ്ധരാത്രിയിൽ അവൾക്കൊരു ദർശനമുണ്ടായി. ഷിർദി സായി കൃഷ്ണപ്രിയയ്ക്ക് മുന്നിലെത്തി ചോദിച്ചു, എന്നെ മനസ്സിലായോ? അറിയില്ലെന്നവൾ തലയാട്ടി. ഭഗവാൻ അരുളി, നിരവധി ജന്മങ്ങളായി നിനക്ക് വഴി കാണിക്കുന്നത് ഞാനാണ്. ഇനിയും അതുണ്ടാവും. ഞാൻ നിന്നെ സംരക്ഷിക്കും. അതിനുശേഷം ഒരു നാമം ഉപദേശിച്ചു, ഓം ശ്രീ സായിനാഥായ നമ. അതോടുകൂടി ആ ദർശനവും മറഞ്ഞു. പിന്നീട് കൃഷ്ണ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആടാനും പാടാനും വിഹരിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. സത്സംഗവേളയിൽ മാതാജി കൃഷ്ണപ്രിയയുടെ കൈത്തലത്തിൽ നിന്നും ദിവ്യ സുഗന്ധം പുറപ്പെടുമായിരുന്നു. ഒരിക്കൽ മാതാജി കൃഷ്ണപ്രിയ ഗണേശ്പുരിയിലെത്തി നിത്യാനന്ദനെയും പുരിയിൽ ചെന്ന് ഗിരിനാർ ബാബയെയും ദർശിച്ചു. ഷിർദീശ്വരന്റെ കൽപ്പന പ്രകാരം ഷിർദിയിലെത്തി 40 ദിവസം മൗനവ്രതം ആചരിച്ചു. ബാബ ഷിർദിയിലുള്ളപ്പോൾ മിക്കവാറും മാതാജി ദർശനത്തിനായി പോകാറുണ്ടായിരുന്നു. പൂജാവേളകളിൽ ഭഗവാൻ അവരുടെ പൂജ സ്വീകരിക്കുകയും ഉതി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. മാത്രമല്ല ഉപനിഷത്ത്, ഗീത തത്വങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും സമ്മാനിച്ചു. ഒരിക്കൽ പുരി ജഗന്നാഥ ക്ഷേത്ര സമീപം സമുദ്രത്തിൽ സ്നാനം ചെയ്യവേ 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു കൃഷ്ണ വിഗ്രഹം അവരുടെ കൈകളിൽ വന്നു ചേർന്നു. ഭഗവാൻ ബാബ അവരോട് പറഞ്ഞു, ഇന്ന് ആ വിഗ്രഹം മൂലം നീ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ വിഗ്രഹത്തെ നീ ജന്മങ്ങളോളം പൂജിക്കും. ഷിർദിനാഥന് ശാരീരികമായി പ്രായം വർദ്ധിച്ചതോടെ കൃഷ്ണപ്രിയ നാഗപ്പൂർ വിട്ട് സിംലയിൽ താമസം തുടങ്ങി. താമസിയാതെ 1918 വിജയദശമി ദിനം ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ ഷിർദി സായി ശരീരം ത്യജിച്ചു. പിറ്റേ ദിവസമാണ് മാതാജി വിവരമറിയുന്നത്. അവർ അതീവ ദുഃഖിതയായി. 1992 ഒക്ടോബർ 6. ഷിർദി സായി ശരീരത്യാഗത്തെക്കുറിച്ച് ഒരു പ്രഭാഷണ വേളയിൽ ഭഗവാൻ സത്യസായി ബാബ അരുളി. പിറ്റേ ദിവസം മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നു. പൊക്കമുള്ള ഒരു ദിവ്യപുരുഷൻ തലയിൽ തുണിയും വട്ടത്തിൽ കെട്ടി കൃഷ്ണപ്രിയയുടെ അയൽവാസിയുടെ വാതിലിൽ തട്ടി. വീട്ടുകാർ ആരെന്ന് തിരക്കി. എവിടെയാണ് മാതാജി കൃഷ്ണപ്രിയയുടെ വസതി? ആ പുണ്യപുരുഷൻ ചോദിച്ചു. അദ്ദേഹത്തിന് മാതാജിയുടെ വീടറിയാം. പക്ഷേ തൻ്റെ വരവ് എല്ലാവരും അറിയുന്നതിന് കൂടെ വേണ്ടിയായിരുന്നു ഈ നാടകം. ആ വീട്ടമ്മ അവരുടെ പരിചാരകനെ കുടയും കൊടുത്ത് മാതാജിയുടെ വീട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു വിട്ടു. അയാൾ ബാബയുമായി മാതാജിയുടെ വീട്ടിലെത്തി. ബാബ വാതിലിൽ മുട്ടി. കൃഷ്ണപ്രിയ മാതാജി വാതിൽ തുറന്നു. തൻ്റെ ഇഷ്ടദേവനായ ഷിർദി സായിയെ വെളുത്ത വസ്ത്രത്തിൽ കണ്ട് കൃഷ്ണപ്രിയയ്ക്ക് വിശ്വസിക്കാനായില്ല. അവർ ചിന്തിച്ചു, ഇതെന്താണിത്? ഇന്നലെയാണ് അവിടുന്ന് ശരീരം ത്യജിച്ചെന്ന് കേട്ടത്. എങ്ങനെ ഈ തണുപ്പത്ത് ഇവിടെ വരാൻ കഴിഞ്ഞു? ഷിർദിയിൽ നിന്ന് ഇവിടെ വരാൻ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വേണമല്ലോ? മാതാജി ചോദിച്ചു. ബാബ, അവിടുന്ന് എങ്ങനെ എൻ്റെ വീട് കണ്ടുപിടിച്ചു? കുട്ടി, ഞാൻ എവിടെയും ഉണ്ടല്ലോ. ശ്രീകൃഷ്ണനെ ഉപാസിച്ചിട്ട് നീ മനസ്സിലാക്കിയത് ഇതാണോ? എനിക്ക് തണുക്കുന്നു. ആദ്യം എനിക്കൊരു ചൂട് ചായ തരൂ. അവർ ചായ ഉണ്ടാക്കി കൊടുത്തു. ബാബ ചായ കുടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഈ വഴിയൊക്കെ നടന്ന് എൻ്റെ വയറ്റിലുള്ളതെല്ലാം ദഹിച്ചു പോയി. മാതാജി തിടുക്കത്തിൽ അടുക്കളയിൽ ചെന്ന് ചപ്പാത്തിയും ബ്രിഞ്ചാൽ കറിയും കൊണ്ടുവന്നു. ബാബയ്ക്ക് അത് വലിയ ഇഷ്ടമാണ്. ആഹാരം കഴിഞ്ഞ് കൈ കഴുകി തൂവാല കൊണ്ട് കൈ തുടച്ചു. ഞാൻ വന്ന കാര്യം കഴിഞ്ഞു, ഇനി പോകട്ടെ, അവിടുന്ന് പറഞ്ഞു. പോകുന്നതിന് മുമ്പ് ബാബ കൃഷ്ണപ്രിയയുടെ കാതിൽ മന്ത്രിച്ചിരുന്നു, ഞാൻ എല്ലായിടത്തുമുണ്ട്. ഇനി 1926 കാണാം എന്നും അവിടുന്ന് അരുളി. പക്ഷെ എങ്ങനെ കാണും? അവർക്കൊന്നും മനസ്സിലായില്ല. ബാബ കൊടുത്ത പൂക്കൾ മാതാജി കൃഷ്ണവിഗ്രഹത്തിന് ചുറ്റിനും വെച്ചു. അക്കാലത്ത് ആർക്കും ബാബയോട് എന്തെങ്കിലും ചോദിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. തൻ്റെ വാക്കുകൾ അനുസരിച്ചില്ലെങ്കിൽ ബാബ അടിക്കുമായിരുന്നു. അതുകൊണ്ട് ഭക്തർ വളരെ അനുസരണയോടെ ഒതുങ്ങി നിന്നിരുന്നു. ബാബ അവർക്ക് ഒരു കുടന്ന പൂക്കൾ നൽകി. അതിനുശേഷം അവിടുന്ന് റോഡിലേക്ക് ഇറങ്ങി നടന്നു നീങ്ങുന്നത് മാതാജി നോക്കി നിന്നു. റോഡിൽ പണി നടക്കുന്നുണ്ടായിരുന്നു. ബാബ റോഡിലുള്ള ഒരു കുഴിയിലേക്ക് വീഴുന്നത് എല്ലാവരും കണ്ടു. ജോലിക്കാർ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്നു. ഒരു പുണ്യാത്മാവ് കുഴിയിൽ വീണ് കൊല്ലപ്പെടുന്നു എന്നവർ ഉറക്കെ വിളിച്ചുപോയി. പക്ഷെ ആർക്കും അദ്ദേഹത്തിന്റെ ശരീരം കുഴിയിൽ കണ്ടെത്താനായില്ല. കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്തിയ പൂക്കൾ പിറ്റേ ദിവസം കാണാനില്ല.
അത് ഷിർഡിയിലെ ഭൂട്ടി മന്ദിരത്തിലെ സായി സമാധിയിൽ കിടക്കുന്നു. കൃത്യം അതേ സമയം ഷിർഡിയിൽ നിന്നും ഒരു ടെലിഗ്രാം മാതാജിക്ക് കിട്ടി. ബാബ ശരീരം ത്യജിച്ച സന്ദേശമായിരുന്നു അത്. പിന്നീട് 50 വർഷം കഴിഞ്ഞ് ഭഗവാൻ സത്യസായി ബാബ സിംലയിലെത്തി. 1977 മാതാജി കൃഷ്ണപ്രിയ വൃദ്ധയായിരിക്കുന്നു. വടിയുടെ സഹായത്തോടെയേ അവർക്ക് നടക്കാനാവൂ. സത്യസായി സന്നിധിയിലെത്തി അവർ ചോദിച്ചു, ആ ദിവസം അങ്ങ് എനിക്ക് തന്ന വാക്കു മറന്നുവോ? ഞാൻ മറന്നിട്ടില്ല, മാതാജിയാണ് മറന്നതെന്ന് സ്വാമി പ്രതികരിച്ചു. എന്തുകൊണ്ട് ഇതേവരെ തന്നെ ദർശിക്കാൻ വന്നില്ലെന്നും സ്വാമി ചോദിച്ചു. മാതാജി കൃഷ്ണപ്രിയ ഭഗവത് പാദങ്ങളിൽ സ്പർശിച്ച് വിതുമ്പിപ്പോയി. 1987 ദത്താ ജയന്തി ദിനം മാതാജി സമാധിയായി. ഓം തത് സത്.